ആരാണ് ആ ഭാഗ്യവാൻ എന്ന ചോദ്യം അവസാനിക്കുകയാണ് സുഹൃത്തുക്കളെ. തിരുവോണം ബമ്പർ അടിച്ചത് നെട്ടൂർ സ്വദേശിനിയായ യുവതിക്കാണെന്ന് വ്യക്തമായി. യുവതിയെടുത്ത 2 ടിക്കറ്റുകളിൽ ഒന്നിനാണ് ബമ്പർ അടിച്ചത്. പൊതുമധ്യത്തിൽ വരാൻ താല്പര്യമില്ലാത്തതിനാൽ ജേതാവ് കാണാമറയത്ത് തന്നെ തുടരും. എന്നാലും അവരൊറ്റക്കുള്ള സ്ത്രീയാണ്. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് അവർക്ക് പറയാൻ പറ്റൂല. അപ്പോൾ കാരണം അവർക്ക് ഒരു അന്നന്ന് പണിയെടുത്ത് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്. ഇത്രയും വലിയൊരു എമൗണ്ടൊക്കെ അവരുടെ കയ്യിലേക്ക് വരും. അവർക്ക് പറയാൻ പറ്റില്ല. അവർ ആരെങ്കിലും പറയുന്ന നിർദ്ദേശം അനുസരിച്ച് അവർ കാര്യങ്ങൾ നീക്കുള്ളൂ. അവർക്ക് തന്നെയാണ് അടിച്ചേക്കണത് എന്നുള്ള ഒരു ഉറപ്പാണ്. കഴിഞ്ഞ 2 വർഷമായി ബമ്പർ ജേതാക്കൾ പരസ്യമായി പ്രത്യക്ഷപ്പെടാറില്ല. ഇതൊരു പുതിയ ട്രെൻഡായി മാറുകയാണെന്ന് തോന്നുന്നു. പേരുവിവരങ്ങൾ പുറത്തെറിഞ്ഞാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളായിരിക്കാം ഒരുപക്ഷെ ഇതിന് കാരണം. 2023 ബമ്പർ ജേതാവായ തിരുവനന്തപുരം സ്വദേശി അനൂപ് നേരിട്ട ബുദ്ധിമുട്ടുകൾ ഇതിനൊരു ഉദാഹരണമാണ്. കൊച്ചിയിൽ നിന്ന് അലി അക്ബർ ഷായും തിരുവനന്തപുരം ഭഗവതി ഏജൻസിയിൽ നിന്ന് ഗോകുൽനാഥും നമുക്കൊപ്പം ചേരുകയാണ്. ആദ്യം അലി അക്ബർ ഷായിലേക്ക്. ഗുഡ് ഈവനിംഗ് അലി അക്ബർ ഷാ. തപ്പി ഭാഗ്യവാനെ എന്ന് വിളിച്ചു. ഒടുവിൽ വിളി കേട്ടത് ഞാനാണ് ചേട്ടാ എന്ന് പറഞ്ഞൊരു ഭാഗ്യവതിയാണ്. പക്ഷേ ആ പെൺകുട്ടി അല്ലെങ്കിൽ ആ സ്ത്രീ അവർ പുറത്തേക്ക് വരാനോ എനിക്കാണ് ഈ ബമ്പർ അടിച്ചതെന്ന് പറയാനോ തയ്യാറാകില്ല എന്നതാണ് നിലവിലത്തെ സാഹചര്യമെന്ന് ഇപ്പോൾ ലതീഷിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ഭാഗ്യവതിയുടെ ഫ്യൂച്ചർ പ്ലാൻ എന്താണെന്നുള്ള സൂചനയെങ്കിലും വരുന്നുണ്ടോ അലി? ഗുഡ് ഈവനിങ് സുജയ. ഇത് നമ്മൾ പറഞ്ഞതുപോലെ എടിയല്ല എടയാണ് മോഹൻലാൽ പറഞ്ഞതുപോലെയാണ് ഇവിടെ ഇപ്പോൾ ഭാഗ്യവാനല്ല ഭാഗ്യവതിയാണ് എന്ന കാര്യത്തിൽ ഏകദേശ ധാരണയായി കഴിഞ്ഞു. ഈ ലോട്ടറി വിറ്റ നെട്ടൂരിലെ ഏജന്റ് ആയിട്ടുള്ള ലതീഷ് ആണ് ഈ 2 ടിക്കറ്റുകൾ ഈ പറയുന്ന യുവതിക്ക് വിറ്റത്. ഈ യുവതി മേടിച്ച 2 ടിക്കറ്റുകളിൽ ഒരു ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനം 25 കോടി അടിച്ചിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴും അവർ പുറത്തു വരാൻ തയ്യാറല്ല, അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ തയ്യാറല്ല എന്നുള്ളതാണ്. ഇവരുമായി നമ്മൾ നേരിട്ട് സംസാരിച്ചു. പക്ഷേ ഇപ്പോൾ അവർ എന്തായാലും മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് സംസാരിക്കാനും തയ്യാറല്ല. തനിക്കാണ് ഈ ലോട്ടറി അടിച്ചതെന്ന് പൊതുസമൂഹത്തോട് പറയാനും തയ്യാറല്ല. നാളെയോ മറ്റന്നാളോ ആയ ദിവസങ്ങളിൽ അവർ ബാങ്കിലെത്തി ഇത് കൈമാറും. അതിനുശേഷം അവരുടെ താല്പര്യത്തിന് അവർ മാധ്യമങ്ങളെ കണ്ടാൽ മാത്രമേ പബ്ലിക്കലി നമുക്ക് അവരുടെ മുഖം കാണിക്കാൻ കഴിയുകയുള്ളൂ. എന്തായാലും ഈ പറഞ്ഞതുപോലെ വലിയ കാത്തിരിപ്പായിരുന്നു. നമ്മൾ ഈ പറഞ്ഞതുപോലെ പാലക്കാട് നിന്ന് തിരുവനന്തപുരം പോയി തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലെത്തി വൈറ്റിലയിൽ നിന്ന് നെട്ടൂരെത്തിയാണ് ഈ 2 ടിക്കറ്റുകൾ ഈ യുവതിയുടെ കയ്യിലേക്ക് എത്തുന്നത്. അതിൽ നിന്നും 25 കോടിയുടെ ഒന്നാം സമ്മാനം ബമ്പർ സമ്മാനം അവർക്ക് അടിക്കുകയും ചെയ്യുന്നത്. ഇതിൽ ഈ ടിക്കറ്റ് വിറ്റ ഏജന്റ് ലതീഷ് അദ്ദേഹം കഴിഞ്ഞ ദിവസം മുതലേ നമ്മളോട് പ്രതികരിക്കുമ്പോൾ പറയുന്നത് നെട്ടൂര് വിട്ട് പോകില്ല ഈ 1ാം നമ്പർ ബമ്പർ എന്നുള്ളതാണ്. കാരണം അദ്ദേഹത്തിന്റെ കോൺഫിഡൻസ് അദ്ദേഹത്തിന്റെ കസ്റ്റമേഴ്സിൽ കൂടുതലും നെട്ടൂരിലുള്ള ആളുകളാണ്, അവിടുത്തെ തൊഴിലാളികളാണ്, യൂണിയൻ പ്രവർത്തകരാണ്. അതുകൊണ്ട് തന്നെ ആ പ്രദേശത്ത് എവിടെയോ ഉണ്ട്. നമ്മൾ ആദ്യത്തെ ലൈവിന് നിൽക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് നിങ്ങളുടെ ചുറ്റുമുള്ള ഈ ആൾക്കൂട്ടത്തിൽ എവിടെയോ ഉണ്ടായിരുന്നു ആ 25 കോടി നേടിയ കോടിപതി എന്നുള്ളതാണ്. അതെന്തായാലും സംഗതി ഏകദേശം ശരിയായിരുന്നു എന്നുള്ളതാണ്. ഒരു കാര്യമുണ്ട് അലി അക്ബർ ഷാ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ എന്നുള്ള നന്ദനത്തിലെ നമ്മുടെ നവ്യ നായരുടെ ഡയലോഗ് ലതീഷും പറയേണ്ടി വരും. കാരണം ലതീഷിനറിയാം, നമുക്കറിയില്ലെങ്കിലും ആരാണ് ആ ഭാഗ്യവതി എന്നല്ലേ? തീർച്ചയായും ലതീഷിനറിയാം, ലതീഷിന്റെ സുഹൃത്തുക്കൾക്കറിയാം. പക്ഷേ ലതീഷ് പറയുന്ന ഒരു കാര്യമുണ്ട്. അവരൊരു പാവം സ്ത്രീയാണ്, മകളോടൊപ്പം ജീവിക്കുന്ന, വീട്ടുജോലിയും അതുപോലെ മറ്റ് ചെറിയ സ്ഥാപനങ്ങളിലെ ജോലിയുമായി കഴിയുന്ന ഒരാളാണ്. അതുകൊണ്ട് അവർക്ക് വലിയ ആശങ്കയും ഭയവും ഉണ്ട്. സ്വാഭാവികമായും ഇത്രയും വലിയൊരു തുക കയ്യിലേക്ക് വരുമ്പോൾ പലതരത്തിലുള്ള മുതലെടുപ്പുകൾക്കുള്ള സാധ്യതയുണ്ട്, നമുക്കറിയാമല്ലോ. അതുകൊണ്ടാണ് സുജയ പറഞ്ഞതുപോലെ ഇത് തുറന്നു പറയാൻ കുറച്ച് സമീപകാലത്ത് ആളുകൾ തയ്യാറാകാത്തത്. പല രീതിയിലുള്ള പ്രശ്നങ്ങൾ പിന്നീട് അതുമായി ബന്ധപ്പെട്ടുണ്ടാവും. അതുകൊണ്ട് കുറച്ചുനാൾ സ്വൈര്യമായി, സമാധാനമായി, സ്വസ്ഥമായി, സൈലന്റ് ആയി. എന്തായാലും ആ ഭാഗ്യവതിക്ക് ഭാഗ്യം എത്തിയത് തിരുവോണം ബമ്പർ 2 ടിക്കറ്റ് എടുപ്പോൾ അതിൽ ഒന്നിൽ അലി. എന്തായാലും നെട്ടൂരിൽ ഒരു ഗംഭീര ജീവിതത്തിലേക്ക് അവർക്ക് എത്താൻ സാധിക്കട്ടെ. ഇപ്പോൾ ഈ പരിപാടി കാണുന്നുണ്ടെങ്കിൽ എല്ലാ ആശംസകളും. അപ്പോൾ കൂടുതൽ ഉപദേശങ്ങൾ കേൾക്കാൻ നിൽക്കാതെ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനുമൊക്കെ ഉചിതമായ രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കുക. അതിനായി ആ പണം ചെലവാക്കുക, കുറേയൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യുക. അങ്ങനെ ഭാവി ജീവിതം ഭദ്രമാക്കുക. നമുക്ക് തിരുവനന്തപുരം ഭഗവതി ഏജൻസിയിലേക്ക് ഒന്ന് പോകാം. ഗോകുൽനാഥ് ഉണ്ട്. ഗോകുൽനാഥ്, ഗുഡ് ഈവനിംഗ്. ഭഗവതി ഏജൻസി ഒരു ഭാഗ്യ ഏജൻസിയായി മാറുകയാണല്ലോ. പക്ഷേ ഈ കഴിഞ്ഞ 2 വർഷമായി ഭാഗ്യവാന്മാരും ഇപ്പോൾ ഈ വർഷം ഭാഗ്യവതിയാണ്. 2 പേരും പുറത്തെറിഞ്ഞാലുള്ള പൊല്ലാപ്പോർത്ത് അനൂപിന്റെ അനുഭവം ഓർത്താണോ ഈ മിണ്ടാതിരിക്കുന്നത്? അന്നത്തെ അനൂപിന് നേരിടേണ്ടി വന്ന സാഹചര്യങ്ങൾ അതാണോ എല്ലാവരെയും ഒന്ന് ഭയപ്പെടുത്തുന്നത്? സുജയ, ഒരു പക്ഷേ അത് തന്നെ ആകാം സാധ്യത. അങ്ങനെയാണ് പലപ്പോഴും നമ്മൾ കണ്ടുവരുന്നത്. അനൂപിന്റെ അനുഭവം നമ്മൾ കണ്ടതാണ്. പലപ്പോഴും കടം വാങ്ങിപ്പോലും അനൂപിനെ ആളുകൾ സമീപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും അനൂപ് ഇപ്പോൾ തിരുവനന്തപുരത്ത് ഹോട്ടലൊക്കെ നടത്തി ജീവിച്ച് മുന്നോട്ട് പോവുകയാണ്. അപ്പം ഈ ലോട്ടറി കച്ചവടം ചെറിയൊരു പരിപാടിയല്ല എന്നാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. കാരണം കഴിഞ്ഞ 7 വർഷമായി നിരന്തരമായി ബമ്പർ അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് തിരുവനന്തപുരത്തെ ഈ ഭഗവതി ലോട്ടറി ഏജൻസി. ഏതാണ്ട് 25 വർഷമായി ഈ സ്ഥാപനം പ്രവർത്തിച്ചു വരുന്നു. അപ്പോൾ 25 വർഷം തികയുന്ന സമയത്താണ് 25 കോടി എന്നുള്ളൊരു തുക കൂടി ഈ സ്ഥാപനത്തെ തേടിയെത്തുകയും അങ്ങനെ കൂടെ ഒന്ന് ഫേമസ് ആയി. ഏതായാലും 2022 അനൂപിന് ലോട്ടറി അടിച്ചതിന് ശേഷമാണ് ഈ സ്ഥാപനം കുറെ കൂടി ജനങ്ങളിലേക്ക് എത്തുന്നതെന്നുള്ളതാണ്. അനൂപിന്റെ ഫോട്ടോയൊക്കെ ഇപ്പോഴും അവർ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടെന്നുള്ളതാണ്.
അപ്പോൾ അത്തരത്തിൽ മുൻപോട്ട് പോകുന്ന സമയത്ത് ഈ നെട്ടൂർ സ്വദേശിക്കടക്കം ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടെന്നുള്ളതാണ്. കാരണം പലപ്പോഴും ആളുകൾ കടം ചോദിച്ചെത്തുക, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വലിയ വാർത്തകളിലേക്ക് ശ്രദ്ധ തിരിയുക, അങ്ങനെ കൂടി കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ളത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ആളുകൾ ഇപ്പോൾ പുറത്തു പറയാൻ മടിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും ആളുകൾ ഈ ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ പുറത്തു പറയാൻ ഒരു മടി കാണിച്ച് ഇപ്പം നിൽക്കുന്നത്? 2022 അനൂപ് പുറത്തു വന്നിരുന്നു. അതിന് പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഇപ്പോൾ അനൂപിനെ അടിച്ച ആ ഒരു സമയത്ത് അനൂപ് ഫേസ് ചെയ്ത കുറച്ച് ഇഷ്യൂ ഉണ്ടായിരുന്നു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. കാരണം അനൂപ് അടിച്ചപ്പോൾ അനൂപിൻ്റെ സന്തോഷത്തിന് അനൂപ് ഓട്ടോയിൽ വന്നു, ഇവിടെ റോഡൊക്കെ ഫുൾ ബ്ലോക്കായി പോയി, ഇവിടെ വന്നു, ഉള്ള പത്രം എല്ലാം മീഡിയയിലും കവർ ചെയ്തു. പക്ഷേ ആ ഒരു സമയത്ത് 5 കോടി എന്നുള്ളൊരു സമ്മാനത്തുകയൊക്കെ ആദ്യമായിട്ട് അന്നാണെന്ന് തോന്നുന്നല്ലേ, വലിയൊരു തുക, അത്രയും വലിയൊരു തുക അന്ന് സംഭവിച്ചതെന്ന് വെച്ചാൽ ആദ്യമായിട്ടാണ് കേരള സർക്കാർ 25 കോടി അവതരിപ്പിക്കുന്നത്, 500 രൂപ ടിക്കറ്റും. അപ്പോൾ 500 രൂപ ടിക്കറ്റ് എന്ന് പറയുന്ന ആ ടിക്കറ്റ് പോവോ എന്ന് സംശയിച്ചാണ് കേരള സർക്കാർ ഇറക്കിയത്. പക്ഷേ വിപണിയിൽ വന്ന ഒരു കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്കും ടിക്കറ്റിൻ്റെ ഒരു സെയിൽ വളരെ ഗ്രാഫ് മുകളിലോട്ട് കയറിപ്പോയി, നല്ല സെയിലുണ്ടായി. അപ്പം ആ ഒരു സെയിലുള്ള സ്ഥിതിക്ക് ഫസ്റ്റ് 25 കോടി ആർക്കടിക്കും എന്നൊരു ആകാംക്ഷ ഉണ്ടായത് എല്ലാവർക്കും. സെയിൽ എങ്ങനെയായിരുന്നു? ഇപ്പോൾ ഇവിടെ ബമ്പർ ഭാഗ്യക്കുറി അവശേഷിക്കുന്നുണ്ടോ ഏതെങ്കിലും? ഇല്ലല്ല, കാരണം തീർന്നു. അത് നമുക്ക് നറുക്കെടുപ്പിൻ്റെ ഒരു 4 ദിവസം മുമ്പ് ടിക്കറ്റ് ഫുള്ളായിട്ട് തീർന്നായിരുന്നു. അത് പിന്നെ വേറെ കാര്യം വെച്ചാൽ ബമ്പർ എപ്പോഴും ഈ ഓണം ബമ്പറിനും അടുത്ത ബമ്പറും റെക്കോർഡ് സൈഡിൽ കയറി ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. കാരണം അനൂപിനെ അടിച്ചതോട് കൂടി കുറച്ചുകൂടി ജനകീയമായി ടിക്കറ്റ് ഒരുപാട് ആൾക്ക് എടുക്കാൻ വരുന്നുണ്ട്. അതിനനുസരിച്ച് നമുക്ക് സെയിലും ഇവിടെ കൂടി വരുന്നുണ്ട്. സുജയ, ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഈ ലോട്ടറി ഏജൻസിയുടെ ഉടമ തങ്കരാജ്, അതായത് അദ്ദേഹത്തിന് കിട്ടാൻ പോകുന്നത് 2 കോടി രൂപയാണ് ഏജൻസി കമ്മീഷൻ അടക്കം. എന്തായാലും ഈ ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നത് 15 കോടി തുകയാണെന്നുള്ളതാണ്. 15 കോടി സംതിങ് കൂടെ ലഭിക്കും എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഭാഗ്യശാലി, ടാക്സും എല്ലാം പോയി കഴിയുമ്പോഴേക്കും 12.5-13 കോടി അങ്ങനെയൊക്കെയാണ് അതിന്റെ കണക്ക്. അപ്പോൾ താങ്ക് യു ഗോകുൽനാഥ്. എന്തായാലും ഭഗവതി ഏജൻസി ഇക്കുറിയും ഭാഗ്യ ഏജൻസിയായി മാറുകയാണ്.